അൽഫലാ സർവകലാശാലയ്ക്ക് അംഗീകാരം ഇല്ല എന്ന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. സർവകലാശാലയുടെ കീഴിലുള്ള 2 സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു നേരത്തെ അംഗീകാരം നൽകിയിരുന്നത്, അതും 5 വർഷത്തേക്ക് മാത്രം. എന്നാൽ ഇപ്പോൾ ആ കാലാവധിയും അവസാനിച്ചു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സർവകലാശാലയ്ക്ക് നാക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. അതേസമയം സർവകലാശാലയുടെ വെബ്സൈറ്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. സർവകലാശാലയുടെ ഫണ്ടിംഗ് അന്വേഷിക്കാൻ ED എത്തുകയും ചെയ്യും. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, അങ്ങനെ ദുരൂഹതയുടെ കേന്ദ്രമായി ഈ സർവകലാശാല മാറുകയാണ്. സർവകലാശാല അധികൃതർ നൽകിയ വിശദീകരണ കുറിപ്പ് ഒരംശം പോലും തൃപ്തികരമല്ലാന്ന് തെളിയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സർവകലാശാല പ്രവർത്തിച്ചത്? നാക്കിന്റെ അംഗീകാരമില്ല, നാക്ക് അന്വേഷണം നടത്തുന്നു, ഫണ്ടിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ മറ്റെന്തൊക്കെ ദുരൂഹതകൾ ഉയരുന്നുണ്ട് അർജുൻ? പ്രജീഷ്, പ്രധാനമായിട്ടും ഈ അൽഫലാ സർവകലാശാലയുടെ എല്ലാ വിശദീകരണവും വാദങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോരോ വാർത്തകളായി, ഓരോ റിപ്പോർട്ടുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സർവകലാശാല അവരുടെ പരസ്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റ് അഡ്മിഷന് വേണ്ടി എല്ലാം തന്നെ NAAC-യുടെ അംഗീകാരമുണ്ട് എന്നുള്ള കാര്യത്തിലടക്കം അവർ പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ NAAC തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2 സ്ഥാപനങ്ങൾ, ഈ അൽഫലയ്ക്ക് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഈ 2 സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു NAAC-യുടെ അംഗീകാരം ഉണ്ടായിരുന്നത്. അതും 5 വർഷത്തേക്ക് മാത്രമായിരുന്നു നൽകിയിരുന്നത്. അതുപോലും ആ കാലാവധി പോലും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പിന്നീടും ഈ പ്രചാരണം തുടർന്നു. മാത്രമല്ല, സർവകലാശാലയ്ക്ക് പോലും NAAC അംഗീകാരമുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞു പരത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിന് പുറമെയാണ് ED അന്വേഷിക്കുമെന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ED തന്നെ ഈ സാമ്പത്തിക മേഖലയിലെ, അതായത് സർവകലാശാലയുടെ സാമ്പത്തിക ഇടപാടുകളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് എക്കണോമിക് ഒഫൻസസ് യൂണിറ്റ് ആണ് ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. വലിയ രീതിയിലുള്ള പരിശോധന ഈ സർവകലാശാലയ്ക്ക് അകത്ത് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. അൽഫലാ സർവകലാശാലയ്ക്ക് അംഗീകാരമില്ലായിരുന്നു, ഫണ്ടിനടക്കം വലിയ ദുരൂഹത ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർവകലാശാലയിലേക്ക് എത്തുകയാണ് അന്വേഷണവുമായി.